ഈ മൂന്ന് സ്ത്രീകളുമായിട്ടുള്ള കഥാപാത്ര ബന്ധമെന്ന് പറയുന്നത് ആ സിനിമ കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഈ സിനിമ എന്ന് പറയുന്നത് ഇത് ഒരു ഫീൽ ചെയ്യേണ്ട ഫിലിമാണ്. അത് ഫീൽ ചെയ്താൽ മാത്രമേ ഈ സിനിമ മനസ്സിലാവുള്ളൂ. ഓരോ സീനിലുള്ള ഓരോ സെൻറ്റൻസും ഓരോ വാക്കുകളും ആ ഓരോ വരികൾക്കിടയിലുള്ള നിശബ്ദതയ്ക്കൊക്കെ ഭയങ്കര മീനിങ് ഉള്ള സിനിമയാണ് ആകാശഗോപുരം. ആകാശഗോപുരം ഒരല്പം അവകാശവാദം പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ സിനിമയാണ്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ കഥയിലും അതിൻ്റെ പ്രമേയത്തിലുള്ള പ്രത്യേകത ഹെൻറി ഗിബ്സൻ്റെ മാസ്റ്റർ ബിൽഡർ നമുക്കറിയാവുന്ന പോലെ അതിനെ അവലംബിച്ച് ഒരു ചലച്ചിത്ര സൃഷ്ടിയാണ് ഞാൻ ഉദ്യമിച്ചിട്ടുള്ളത്. ഏറ്റവും മുഖ്യമായി പറയാവുന്നത് ഇതിൽ മോഹൻലാൽ എന്ന നടൻ്റെ ഒരു പക്ഷേ വളരെ വ്യത്യസ്തമായ വളരെ അപൂർവമായ ഒരു കഥാപാത്ര സൃഷ്ടിയാണ് ഈ സിനിമയിൽ നടന്നിട്ടുള്ളത്. ഈ ഘടകങ്ങളിൽ ഏറെ മുന്നിലാണ് ചിത്രത്തിലെ സംഗീതം. ടൈറ്റാനിക് എന്ന ക്ലാസിക് ചിത്രത്തിന് സംഗീതമൊരുക്കിയ ജോൺ ആൾട്ട്മാനാണ് ആകാശഗോപുരത്തിന് സംഗീതം പകരുന്നത്. ജാസ് ശൈലിയിൽ ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുമ്പോൾ കഥാസന്ദർഭവും സംഭാഷണങ്ങളും കൃത്യമായി മനസ്സിലാക്കി പാകത്തിന് മാത്രം സംഗീതം നൽകാൻ ജോൺ ആൾട്ട്മാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. It was a fascinating experience working on a film in Malayalam and coming to Kerala and starting work on the project on a story that I knew very well from my own teaching of English literature and, well, European literature, and bringing hopefully my sensibility to a story in Malayalam that was breaking ground anyway by being filmed in the United Kingdom rather than in Kerala. I think they wanted something different because the film was different as well. It was a different setting, a different story, a different approach, and hopefully I've been able to bring that sensibility to the film. ഒരു ഹോളിവുഡ് ചിത്രത്തിന്റെ മൂഡിൽ ദൃശ്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ആകാശഗോപുരത്തിന്റെ ഛായാഗ്രാഹകൻ ഒരു മലയാളിയാണ്. ബോളിവുഡിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച സന്തോഷ് തുണ്ടിയിൽ. Santosh Tundel, I don't know, I don't have any words for him. He's perfect in his work. He knows what he wants, very calm, very quiet, and delivers whatever you want. മലയാള സിനിമയ്ക്ക് വളരെയധികം പുതുമയുള്ള, മലയാള സിനിമയിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു അറ്റംപ്റ്റ് തന്നെയാണ് ആകാശഗോപുരം. ഇത് വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സിനിമ ആദ്യമായിരിക്കും. അലക്സ്, എന്താ അതവിടെ വെച്ചേക്കൂ. എന്തിന്? എനിക്കൊന്ന് കാണാനാ. ഇല്ല, നിനക്കതെന്തിനാണ്? വെറുതെ ഒന്ന് കാണാൻ. അല്ലെങ്കിൽ അതവിടെ വെച്ചേക്കൂ അലക്സ്. ശരി, നിൽക്കൂ. എനിക്ക് തരാൻ പറ്റാത്തത് ഒരിക്കലും എന്നോട് ചോദിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? പൂർണ്ണമായും ലണ്ടനിൽ ചിത്രീകരിച്ചു എന്നതുപോലെ തന്നെ ഡബ്ബിംഗ് ഒഴികെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും വിദേശത്ത് തന്നെയാണ് നടന്നത്. Hi, my name's Steve Cook. I was the post-production supervisor and supervisor producer on the film Akasha Gopuram, directed by K.P. Kumaran, and I looked after all of the post-production involving the sound, the music, the special effects, and the computer-generated images, the CGI, and the production of the print.
It was a great experience working with Mr. K.P. Kumaran, Mr. Mohanlal, of course Mr. Bharat Gopi, Srinivasan, Nitya, Geetu Mohandas, and Shweta Menon. Very new name for me, but all of them are so professional, especially Mr. Mohanlal. He has been outstanding. I mean, he is so professional. I must have never seen anybody so professional as him. ഞാനേതോ ചിലന്തി വലയിൽ അകപ്പെട്ടതുപോലെ കഥകിൽ മുട്ടി വിളിക്കുന്ന പുതിയ തലമുറ, ഗോപുരത്തിന് മുകളിൽ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പാടുന്ന ആൽബർട്ട് സാംസൺ, മറവിയുടെ ആഴങ്ങളിൽ നിന്നും ഉയർത്തുവരുന്ന യഥാർത്ഥ സംഭവങ്ങൾ. മോഹൻലാലിൻ്റെ ക്യാരക്ടർ വന്നിട്ട് ഈസ് ആൻ ആർക്കിടെക്റ്റ് ബേസിക്കലി ആൻഡ് എക്സ്ട്രീംലി പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല. ഹീസ് എ നോർമൽ person who is very ambitious in life and who's greedy about money and about fame and everything like that. Hilda comes into his life and changes a lot. നീ ഒരു പുലരിത്തുടുപ്പാണ്. നിന്റെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ പ്രഭാത സൂര്യന്റെ രശ്മികൾ എന്റെ മുഖത്ത് പതിക്കുന്നത് പോലെ. നിങ്ങൾ എന്നെ പിടിച്ചണച്ച് എന്റെ ചുണ്ടുകളിൽ ചുംബിച്ചു മിസ്റ്റർ സാംസൺ. ഇല്ല, ഒരിക്കലുമില്ല. സത്യം, സത്യം. It was a very difficult film for KPK sir. പക്ഷേ as you said, നമ്മൾ ലാലേട്ടൻ ആണ് ടൈറ്റിൽ റോൾ പെർഫോം ചെയ്യുന്നത്. So for Laletan, it was great watching Laletan, and I think KPK sir used to always say, oh, he's living my dream. I can see he's bettering up. KPK sir know that I know that I want my character Albert ingane. You know, Laletan used to make it really larger than life. ആ സിനിമ കണ്ട പലരും എന്നോട് പറഞ്ഞു, മോഹൻലാൽ ബാക്കി മറ്റ് സിനിമകളിൽ അഭിനയിക്കുന്നതിനെക്കാട്ടിലും മാറിയാണ് ഈ സിനിമ അഭിനയിച്ചത്. അതിന് ഒത്തിരി ന്യായങ്ങളുണ്ട്. കാര്യം ആൽബർട്ട് സാംസൺ എന്ന് പറയുന്ന ആൾ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ഒരാളാണ്. അയാൾ വലിയ പള്ളി മേടകൾ പണിയുന്ന ആളാണ്. അയാൾക്ക് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുള്ള ആളാണ്. അയാൾ സംസാരിക്കുന്നതും അയാൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ വേറെ തരത്തിലാണ്. അയാൾ വേറെ ചിന്താധാരയിലും വേറൊരു ചിന്താഗതിയിലും വേറൊരു തലത്തിലും ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു സാധാരണ ശൈലി പോരാ എന്നൊരു പക്ഷേ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആൽബർട്ട് സാംസനെ എനിക്ക് KP കുമാരൻ സാറ് പറഞ്ഞു തന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി എടുത്തത് അങ്ങനെ ആയിരിക്കാം. അത് ആ സിനിമ കണ്ട് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കണം അതെങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്തത്. സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ആകാശഗോപുരം തീർത്ത ആൽബർട്ട് സാംസന്റെ കഥ പറയുന്ന ഈ ചിത്രം 10 വർഷമായി മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു സംവിധായകൻ KP കുമാരൻ. എൻ്റെ വഴിയും ആൽബർട്ട് സാംസൻ്റെ വഴിയും വ്യത്യസ്തങ്ങളായിരുന്നു. ആൽബർട്ട് സാംസനെ പോലെ വലിയൊരു വിജയം കൈവരിച്ച ആളല്ല ഞാൻ. ആൽബർട്ട് സാംസനെ പോലെ ശക്തമായ ഇച്ഛാശക്തി എനിക്കുണ്ടെന്നും എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഏതോ ഒരു ഘടകം, അതായത് ഉത്കർഷേച്ഛ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ സ്വഭാവം എന്നെ എപ്പോഴും ആകർഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇബ്സൻ കണ്ട ലോകം നമുക്കെല്ലാം അറിയാവുന്ന ലോകമാണ്. എല്ലാ നാട്ടിലും എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഷേക്സ്പിയറുടെയൊക്കെ സൃഷ്ടികൾ പോലെ അത്ഭുതകരമായ സൃഷ്ടിയാണിത്. ആ സൃഷ്ടിയെ ഒരു മലയാള സിനിമയായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞത് തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്നൊരു സംഗതിയാണ്. ആകാശഗോപുരം വരും കാലങ്ങളിൽ കാണുകയും ആസ്വദിക്കുകയും മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സിനിമയാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒടുവിൽ ഇച്ഛാശക്തി കൊണ്ട് സ്വന്തം സ്വപ്നചിത്രമായ ആകാശഗോപുരം പൂർത്തിയാക്കിയപ്പോൾ ജനഹൃദയങ്ങളിലേക്ക് ഒരു കവിത പോലെ അത് ആഴ്ന്നിറങ്ങുമ്പോൾ ഉയരങ്ങൾ കീഴടക്കിയ ആൽബർട്ട് സാംസനെ പോലെ സംവിധായകനും അഭിമാനിക്കും. ആ ഗോപുരം കാണുന്നില്ലേ? ഒരു സൗന്ദര്യ ലഹരിയിൽ ഞാൻ തീർക്കുന്ന വാസ്തുശില്പം നിനക്ക് വേണ്ടിയാണത്. നമ്മുടെ ആകാശഗോപുരം.